to Shifa Rajmal Vlogs. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വയനാട് ചുരത്തിന്റെ മേള് വരെ എത്തി. ഓക്കെ, അപ്പോഴത്തേക്ക് നല്ല ലേറ്റ് ആയി. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കണ്ട ഒരു റിസോർട്ടിൽ അങ്ങ് സ്റ്റേ ചെയ്തു. നമ്മൾ ചുരം കയറി എത്തുമ്പോൾ തന്നെ അവിടെ കുറേ റിസോർട്ട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനകത്ത് ലക്കിടി എന്ന് പറഞ്ഞ റിസോർട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അത്യാവശ്യം നല്ല ഒരു റിസോർട്ടാണ്. റൂംസും കാര്യങ്ങളൊക്കെ കൊള്ളാം. ഓക്കെ ഗോയ്സ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി സംതിങ് അതിങ്ങനെ റെസ്റ്റോറൻറ്റ് രാവിലെ വന്നേക്കും. ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇവിടെ നിന്നാണ്. യാസിഷു പറഞ്ഞാൽ അധികം മെനൂസ് ഒന്നും അവൈലബിൾ അല്ല. പിന്നെ നൂൽപുട്ട്, അതായത് ഇടിയപ്പം, അപ്പം ഒക്കെ ഉണ്ടായിരുന്നു. വട്ടായി ആണോ? ആണോ? സീനല്ലേ? കാണുന്ന പോലെ അല്ല, പക്ഷെ ലുക്ക് ഉണ്ട് കാണാൻ. അയാൾക്ക് എത്ര വെച്ചാ ടിക്കറ്റ്? 40. അങ്ങനെ നമ്മൾ അവിടെ ഒരു ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് എല്ലാവരെയും സെറ്റ് ചെയ്ത് അവിടെ നിന്നപ്പോൾ അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകാത്ത ആൾക്കാരില്ല. മൊത്തം ആൾക്കാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുമായിരുന്നു, ട്രെയിൻ പോലെ. എന്നിട്ട് നമ്മൾ ഫൈനലി ഒരു ജസ്റ്റ് ഒരു ക്യാൻഡിഡ് ഷോട്ട് എടുത്തു. ആൻഡ് ദിസ് ഇസ് പൂക്കോട് ലേക്ക്. എന്താ പ്രത്യേകിച്ച് കാണാനുള്ളതെന്ന് ചോദിച്ചാൽ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യവുമില്ല, പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ കുറച്ച് ഷോപ്സ് ഒക്കെ ഉണ്ട്. ഗാന്ധിഗ്രാമം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ ആൻറ്റീക് സാധനങ്ങൾ, അല്ല മീൻസ് ഈ മുളയൊക്കെ വെച്ചുണ്ടാക്കിയ കുറേ കപ്സും കാര്യങ്ങളും, പിന്നെ അലോവേറ, സാൻഡൽ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതേ നമ്മുടെ ഈ വയനാടിന് കപ്പ് ഇങ്ങനെയുണ്ട്, അത് ഞങ്ങൾ രണ്ടെണ്ണം പൊക്കി. പിന്നെ ഈ കുഞ്ഞു ചെറുക്കൻ, ഇവൻ നല്ല ക്യൂട്ടായിട്ടില്ലേ. പിന്നെ നമ്മുടെ ചുഗുൻ അവിടെയുള്ള ഒരു മങ്കിയും കൂടെ എടുത്തു. ഇതിന് 200 രൂപയാണ് ഈ ചേട്ടൻ പറയുന്നത്. ഈ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് കൂട്ടിക്കൽ പോലെ തന്നെയാണ് തോന്നുന്നത്. കുറച്ച് ഗ്രാമം, കുറച്ച് മലയും കാര്യങ്ങളും ഒക്കെ അതുപോലെയൊക്കെ തന്നെ നമുക്ക് ഏകദേശം തോന്നുന്നത്. പിന്നെ അവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പം നമ്മളൊരു കരിക്കും വെള്ളം ഒന്ന് കുടിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ബാണാസുര സാഗർ ഡാമിലാണ് പോയേക്കുന്നത്. എനിക്ക് അങ്ങ് വയനാട്ടിലുണ്ട് പിടി. ബൈ. നിങ്ങൾ എത്ര ദിവസമായി വന്നിട്ട്? വയനാട്ടിലെ ക്ലൈമറ്റിനെ പറ്റി 2 വാക്ക്. ഇപ്പൊ ട്രാവൽ ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റ് അല്ല. ഗായ്സ് ഭയങ്കര വെയിലാണ് ഗായ്സ്. വയനാട്ടിൽ ചൂട് കൊള്ളുന്ന ചുട്ടുപോകുന്ന വെയില് കണ്ടില്ലേ. പിന്നെ ബോട്ടിൽ ഞങ്ങൾക്ക് 7 പേർക്ക് കയറാൻ പറ്റിയില്ല, പിള്ളേരുള്ളതുകൊണ്ട് കയറാൻ പറ്റിയില്ല. അബിക്കാക്ക് ചൂട് പ്രശ്നമില്ല എന്ന് പറയുന്നേ, അതുകൊണ്ട് കുട പോലെ എടുക്കാൻ പറഞ്ഞെടുത്തില്ല. അവിടെ പിള്ളേരെ കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ എന്താണേലും എത്ര കൊടുത്താ എടുത്ത് 40 അത്ര എടുത്തുകൊണ്ട് നമ്മൾ ബാണാസുര സാഗർ ഡാം കാണാൻ വരുമായിരുന്നു. ബാണാസുര സാഗർ ഡാമിനേക്കാളും കുറച്ചുകൂടെ നല്ല കാരാപ്പുഴ ഡാം ആണ് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ഇതൊക്കെ ഇവരൊക്കെ കണ്ടോ, ക്യാമറ ഷൈ പേഴ്സൺസാ. പുള്ളി ഫെഡറൽ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാം. ഇൻഫോ പാർക്കിലാണ് എവിടെ വർക്ക് ചെയ്യുന്നത്? എവിടെയോ കണ്ടുപരിചയോ? കൂട്ടിക്കൽ മൂന്നാർ പോകുന്ന വഴിക്ക് എവിടെയോ കണ്ടിട്ടുണ്ട്. കണ്ടോ? വയനാട്ടിലേക്ക് പിടിയുണ്ടത്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കട്ടെ. കാണുന്ന ട്രാവലറിൽ നമുക്ക് മേള് വരെ എത്താന്നാണ് പറയണത്. അല്ല നടക്കില്ല, കാരണം അമ്മാതിരി വെയില. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഈ വണ്ടി മേളിൽ കൊണ്ടുപോകും. ഇങ്ങനെ ദ്രോഹിയാവല്ലേ. ഇങ്ങനെ എൻട്രി ഫീസ് വെക്കരുത്.